കോതമംഗലം ആലുവ റോഡ് വികസന പദ്ധതിക്കെതിരെ ഒരു വിഭാഗം പദ്ധതി ബാധിതർ രംഗത്തിറങ്ങുന്നു. വീടുകളും കടകളും മറ്റ് കെട്ടിടങ്ങളും സ്ഥലവും നഷ്ടപ്പെടുന്നവർ യോഗം ചേർന്ന ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി. അലൈൻമെന്റ് അശാസ്ത്രീയവും അപ്രായോഗികവുമാണെന്നാണ് ഇവരുടെ പരാതി. നിലവിലുള്ള കോതമംഗലം ആലുവ റോഡ് 4 വരിപ്പാതയായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ നടപടികൾ പുരോഗമിക്കുകയാണ്. അലൈൻമെന്റ് നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു. സാമൂഹ്യാഘാത പഠനം ഉൾപ്പെടെ പൂർത്തീകരിച്ച് സ്ഥലമേറ്റെടുക്കൽ ഘട്ടത്തിലേക്ക് നടപടികൾ അടുക്കുമ്പോഴാണ് എതിർപ്പ് ശക്തമാകുന്നത്. അലൈൻമെന്റ് പ്രകാരം റോഡ് നിർമ്മിച്ചാൽ ഒട്ടേറെ വീടുകളും കടകളും മറ്റ് സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണം. 100 ഏക്കറിലധികം ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. നെല്ലിക്കുഴി ഉൾപ്പെടെയുള്ള ടൗണുകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നാകെ ഇല്ലാതാകും. ഇക്കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഉന്നയിച്ചാണ് പദ്ധതി ബാധിതർ പ്രക്ഷോഭ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അലൈൻമെന്റ് അശാസ്ത്രീയവും പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുമാണെന്നാണ് ഇവരുടെ വാദം. ഇപ്പോൾ നിലവിൽ കാണുന്ന അലൈൻമെന്റ് അനുസരിച്ച് KRFയുടെ സൈറ്റിൽ നിന്നും കാണാൻ പറ്റുന്നതനുസരിച്ച് തികച്ചും അശാസ്ത്രീയമായി എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇതിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും പ്രത്യേകിച്ച് നെല്ലിക്കുഴി മേഖലയിൽ വളരെ തിക്നെസ് പോപ്പുലേഷനാണ്. ഒരു മുനിസിപ്പാലിറ്റിയേക്കാൾ കൂടുതൽ ആളുകൾ അധിവസിക്കുന്നു. അനേകം ഫർണിച്ചറുകൾ ഈ മേഖലയിലുണ്ട്, ഷോപ്പുകളുണ്ട്. അങ്ങനെയുള്ള ഈ ഫർണിച്ചർ ബിസിനസ്സാണ് കേരളത്തിൻ്റെ ഫർണിച്ചർ ഹബ്ബ് എന്നാണ് അറിയപ്പെടുന്നത്. ആ നെല്ലിക്കുഴിയുടെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന 4 വരിപ്പാത, ആ 4 വരിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടകരമായ അല്ലെങ്കിൽ നിരുത്തരവാദപരമായ ഒരു അലൈൻമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സംഘാടക സമിതി, ഒരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്ന ഒരു സമിതി ആക്ഷൻ കൗൺസിൽ രൂപീകരണത്തിൻ്റെ യോഗത്തിലാണെന്നുള്ളത്. ബസ്സുകൾ നിർത്തി ആളുകളെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ കഴിയുന്ന ബസ് ബേകളും കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇല്ലാതെയാണ് 4 വരിപ്പാതയുടെ രൂപകൽപ്പന. സർവീസ് റോഡുകളില്ലാത്തതും പ്രശ്നമാണ്. ഇതിന് ബസ് വേ ഒരു സ്ഥലത്തും കാണിച്ചതായിട്ട് കാണുന്നില്ല. ബസ് വേക്ക് വേണ്ടി പ്രത്യേക സ്ഥലവും ഇവർ കാണിക്കുന്നില്ല. ബസ് നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ വെറും 2 വരി മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ പ്രത്യേകത സർവീസ് റോഡ് ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. 23 മീറ്റർ വീതിയിൽ ഈ പാതയെടുക്കുമ്പോൾ 2 മീറ്റർ വീതം ഇരുവശത്തും കാനകൾക്ക് പോയി 2 മീറ്റർ സെൻറ്ററിൽ മീഡിയനും പോയി കഴിയുമ്പോൾ വെറും 17 മീറ്ററിൽ 4 വരിപ്പാത ഇവർ കൊണ്ടുപോവുകയാണ്. ഇത് വലിയ അപകടമാണ്. ഒരു വണ്ടി കേട് വന്നാൽ, ഒരു വണ്ടി അപകടമുണ്ടായാൽ ഈ വണ്ടി മാറ്റിയിടുവാനുള്ള സ്റ്റോറേജ് പ്ലേസ് പോലും ഇതിലില്ല. ഈ റോഡിൻ്റെ അരികത്ത് ഒരു സ്കൂട്ടർ വെച്ചുകൊണ്ട് ഒരാൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, കേട് വന്നാൽ ഒതുക്കിയിടാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വന്നാൽ അത് അങ്ങനെ ഒരു വിഷയമാണ്. അലൈൻമെന്റിൽ മാറ്റം വരുത്തി ശാസ്ത്രീയമായി പദ്ധതി നടപ്പാക്കണമെന്ന് നെല്ലിക്കുഴിയിൽ ചേർന്ന പദ്ധതി ബാധിതരുടെ യോഗം ആവശ്യപ്പെട്ടു. ഭൂമിയും മറ്റു വസ്തുവകകളും ഉപജീവന മാർഗവും നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണം. തുടർ പ്രവർത്തനങ്ങൾക്കായി ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി. TJ ജോർജിനെ ചെയർമാനായും റിസ്വാൻ കോയയെ സെക്രട്ടറിയായും അഡ്വക്കേറ്റ് ജോസ് വർഗീസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അതുപോലെ ഇത്രയും വീതി ഇല്ലാതെ തന്നെ ഈ റോഡ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 12 മീറ്ററിൽ നിന്നും കുറച്ചുകൂടിയൊക്കെ വീതി അങ്ങേ വശത്തും കൂട്ടി ഒരു 2 വരി പാത എന്ന രീതിയിൽ നന്നായി നടത്തി കഴിഞ്ഞാൽ അതെല്ലാവർക്കും, തദ്ദേശവാസികൾക്കും അതുപോലെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നവർക്കും അതുപോലെ മൂന്നാറിലേക്ക് പോകുന്ന യാത്രക്കാർക്കും ഏറെ പ്രയോജനമാകും. 4 വരിപ്പാത ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സർവീസ് റോഡ് വേണം. കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അത് ജനവാസം ഇല്ലാത്ത മേഖലകളിലൂടെ കടന്ന് കൊണ്ടുപോവുകയായിരിക്കും ഏറ്റവും ഉത്തമം. ഈ റോഡ് കുറച്ചുകൂടി പരിഷ്കരിക്കുകയും നന്നാക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ആർക്കും ഒരു ദൂഷ്യം പ്രദേശവാസികൾക്കും കച്ചവടക്കാർക്കും പൊതുജനത്തിനും ദൂഷ്യം വരാതിരിക്കുവാൻ തക്കവണ്ണം അത് നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും അതിനെ സ്വാഗതം ചെയ്യും. GTV ന്യൂസ് കോതമംഗലം.